സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രയോവിംശതിതമോധ്യായഃ. അപ്പോൾ ഈ 23-ാമത്തെ അധ്യായത്തില് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ വിപ്ര പത്നിമാർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഒരു ദിവസം ഗോപന്മാർ കാട്ടിൽ മേയ്ക്കാൻ പോയപ്പോൾ, പശുക്കളെ മേയ്ക്കാൻ പോയപ്പോൾ രാമകൃഷ്ണന്മാരോട് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഭഗവാൻ അവരെ ബ്രാഹ്മണന്മാർ യാഗം നടത്തുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ബ്രാഹ്മണന്മാരോട് യാചിച്ചു, അവർ കൊടുത്തില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ബ്രാഹ്മണ പത്നിമാരോട് ഭക്ഷണം യാചിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് ഭക്ഷണം യാചിക്കുന്നു. കൃഷ്ണനാണെന്ന് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അവര് ഭക്ഷണമെല്ലാം എടുത്തുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അപ്പൊ കൃഷ്ണൻ അവരെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയുടെ പാദകമലത്തിൽ സ്പർശിച്ചിട്ടുള്ള ആ തുളസിമാല ഞങ്ങളുടെ ശിരസിൽ ധരിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന നിങ്ങളെ ആരും ഉപേക്ഷിക്കുകയില്ല. നിങ്ങളുടെ മനസ്സിനെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുക. ദേഹം നശിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ തന്നെ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാൻ വിപ്രപത്നിമാരെ അനുഗ്രഹിച്ച് അയക്കുന്നു. ഭഗവാനെ മനസ്സിലാക്കാത്ത ബ്രാഹ്മണർ പിന്നീട് പശ്ചാത്താപം അവർക്ക് തോന്നി. പശ്ചാത്തപിച്ചിട്ട് അവരെന്ത് ചെയ്തു? ക്രമേണ തന്നെ ഭഗവാനിൽ ഭക്തി ഉറപ്പിക്കുന്നു. അതാണ് ഇന്നത്തെ ഭാഗത്തില് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25-24 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. സ്വാഗതം വോ മഹാഭാഗ അസ്യതാം കരവാമകിം എന്നോ ദൃക്ഷയാ പ്രാപ്ത ഉപപന്നം ഇദം ഹിവഹ. സ്വാഗതം വഹ മഹാഭാഗ ആസ്യതാം കരവാമ കിം യത് നഹ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നം ഇദം ഹി വഹ. മഹാഭാഗ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു നിർത്തിയത് അതാണ്. വിപ്രപത്നിമാര് ഭോജനവും കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. അപ്പൊ ഭഗവാൻ അവരോട് പറയുന്നതാണ് ഇനിയുള്ള ഭാഗത്ത് നമുക്ക് കാണേണ്ടത്. മഹാഭാഗ, മഹാഭാഗ്യശാലിനികളെ, വഹ നിങ്ങളുടെ സ്വാഗതം, ആഗമനം നല്ലത് തന്നെയാണ്, ശോഭനം തന്നെയാണ്. ആസ്യതാം ഇരിക്കുവിൻ, കിം എന്തൊന്നിനെ കരവാമ ഞങ്ങൾ ചെയ്യണം, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നഹ ഞങ്ങളുടെ ദിദൃക്ഷയ ദർശന ഇച്ഛ നിമിത്തം, ഞങ്ങളെ കാണുക നിമിത്തം, പ്രാപ്ത ഇതി യത് നിങ്ങൾക്ക് എന്തോന്ന് വന്നിരിക്കുന്നത് എന്നത് യാതൊന്നോ, ഇതം ഇത് വഹ നിങ്ങൾക്ക് ഉപപന്നം ഉക്തമാണ്. അല്ലെ ഭാഗ്യശാലികളെ, നിങ്ങൾ ഇരിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ വന്നത്. അത് ശരിക്കും യോജിച്ചത് തന്നെയാണ് നിങ്ങളുടെ സ്ഥിതിക്ക്. തന്നെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ അന്യമായ വല്ല വിചാരവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ്
ഭഗവാൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങളെ കാണാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന നിങ്ങൾ എന്ന് പറഞ്ഞത്. സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകിം എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിതം ഹി വഹ. ശ്ലോകം 26. നന്വത്ഥ മൈ കുർവന്തി കുശലാ സ്വാർത്ഥ ദർശനാഃ അഹൈദുഃഖ്യ അവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേ യഥാം. നനു അത്ഥ നന്വത്ഥ മൈ കുർവന്തി കുശല സ്വാർത്ഥ ദർശനാഃ അഹൈദുഃഖ്യ വ്യവഹിതാം അഹൈദുഃഖ്യ അവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേ യഥാ. നനു ഹേ സ്വാർത്ഥ ദർശന, തങ്ങളുടെ പുരുഷാർത്ഥ സാരത്തെ അന്വേഷിച്ച് അറിഞ്ഞു കാണുന്ന കുശല സമർത്ഥന്മാർ ആത്മപ്രിയേ, ആത്മാവായും പ്രിയനുമായിരിക്കുന്ന മൈ, എന്നിൽ അഹൈദുഃഖ്യ അവ്യവഹിത, ഹേതുവോട് കൂടാതെയും മറവില്ലാതെയുമായിരിക്കുന്ന ഭക്തിയെ യഥ ഏതുവിധം കുർവന്തി ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ പറയാണ്, നിങ്ങള് എന്നെ കാണാൻ വന്നത് യുക്തമായി നേരത്തെ പറഞ്ഞു. ഹേ പരിശുദ്ധ മതികളെ, തങ്ങളുടെ ജന്മസാഫല്യം നൽകുന്ന പരമശ്രേയസിനെ സമ്പാദിക്കാൻ അറിവുള്ള സമർത്ഥന്മാർ ആത്മാവായും പ്രീതിക്ക് വിഷയവുമായിരിക്കുന്ന എന്നിൽ ഫലേച്ഛ കൂടാതെ നിരന്തരം ഭക്തി ഉള്ളവരായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരാഗ്രഹത്തോടു കൂടിയാണ് എന്നെ സ്നേഹിച്ചാൽ ആ സ്നേഹം ഹേതുവോടുകൂടിയും എന്നേക്കാൾ വലുതായിട്ട് ആ ഫലത്തെ കാക്ഷിക്കുന്നതിനാൽ അപരിശുദ്ധവുമാകുന്നു. അപ്പം ഭഗവാനെ കാക്ഷിക്കുന്നത് ഫലേച്ഛയില്ലാതെ ആയിരിക്കണം. ഇപ്പോൾ സാധാരണക്കാരെന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ഏതെങ്കിലും അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നാൽ അതിന് യാതൊരു ഫലവുമില്ല. അപ്പൊ ഫലം കാക്ഷിക്കാതെ വേണം എന്നെ ആഗ്രഹിക്കേണ്ടത്. പിന്നെ ഫലം കാക്ഷിച്ച് ഭഗവാനെ സ്നേഹിച്ചാൽ ആ ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്ത് വരെയൊന്നുമില്ല. അതാണ് പലരുടെയും സ്ഥിതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതിന് ഭക്തി എന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്നിൽ പരമസ്നേഹം ഉണ്ടായിരിക്കണം. നിങ്ങൾ മറ്റൊരു ഫലവും കാക്ഷിക്കരുത്. അപ്പൊ അന്യ ഫലം മനസ്സിലുണ്ടായാൽ ഈ ഭക്തി ദൃഢമായിരിക്കുകയില്ല. അതുകൊണ്ട് കാരണമില്ലാത്ത ഭക്തി, ഭഗവാനിൽ പരമമായ പ്രേമം, അതാണ് വേണ്ടത്. നന്വത്ഥാമയി കുർവന്തി കുശലാ സ്വാർത്ഥ ദർശനാഃ അഹൈദുഃഖ്യ അവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേ യഥാ. ശ്ലോകം 27. പ്രാണബുദ്ധി മനസ്വാത്മാ ധാരാപത്യ ധനാദയഃ സമ്പർക്കാത് പ്രിയ ആസം തതഃ കോന്യു അപരപ്രിയഃ. പ്രാണബുദ്ധി മനഃ സ്വ ആത്മാ ധാര അപത്യ ധനാദയഃ യത് സമ്പർക്കാത് പ്രിയ ആസൻ. ആസം എന്നുള്ളത് അന്വയിക്കുമ്പോൾ ആസൻ എന്ന് വരും. തതഃ കോ കഹ നു അപരഹ പ്രിയഃ. പ്രാണബുദ്ധി, പ്രാണൻ, ബുദ്ധി എന്നുവെച്ചാൽ ബുദ്ധി, മനസ്സ്, സ്വ എന്ന് പറയുമ്പോൾ ബന്ധുക്കള്, ധാര സ്വ ആത്മ എന്ന് വെച്ചാൽ ദേഹം, ധാര എന്ന് വെച്ചാൽ ഭാര്യ, അപത്യ എന്ന് വെച്ചാൽ സന്താനം, ധനം മുതലായവ.
ഇപ്പൊ പ്രാണൻ, മനസ്സ്, ബുദ്ധി, ബന്ധുക്കള്, അതുപോലെ ദേഹം, ഭാര്യ, സന്താനം, ധനം മുതലായ പ്രിയങ്ങളായി ആസൻ ഭവിച്ചു. അപ്പൊ എല്ലാവരും, പലർക്കും ഇതൊക്കെയാണ് പ്രിയം. പരമാത്മാവിനേക്കാൾ പ്രിയം എന്തിനാണ്? അവർക്ക് അവരുടെ പുത്രൻ, ഭാര്യ, ധനം, മറ്റ് സമ്പത്തുകൾ, മനസ്സ്, ബുദ്ധി, അവർക്ക് ചിലവർക്ക് അതായിരിക്കും പ്രിയം. തതഹ അവനേക്കാൾ പ്രിയനായിട്ട് യസ് സമ്പർക്കത്ത യാതൊരുവന്റെ സമ്പർക്കം ഹേതുവായിട്ട് അപരഹ അന്യൻ കഹാനു ആരിയ്ക്കുന്നു. അപ്പൊ പരമാത്മാവിനേക്കാൾ പ്രിയൻ ആരാണുള്ളത്? സമ്പത്തോ ബന്ധുക്കളോ ഭാര്യയോ പുത്രന്മാരോ ഒന്നും പരമാത്മാവിനേക്കാൾ പ്രിയൻ അല്ല. അതിനാൽ എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ആ പരമാത്മ സ്വരൂപൻ ഞാനാകയാൽ നിങ്ങളുടെ പ്രീതിക്ക് പരമാസ്പദം ഞാനല്ലാതെ എന്നിൽ നിന്ന് മറ്റന്യമായിട്ട് ഒന്നും ഇല്ല. നിങ്ങളുടെ മനസ്സിൽ തുച്ഛമായ വല്ല ആശകളും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് പരമാത്മസ്വരൂപനായിരിക്കുന്ന എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക, അല്ലെങ്കിൽ പരമഭക്തി ഉണ്ടാക്കുക എന്ന് ഭഗവാൻ ഗൂഢമായിട്ട് അവരോട് ഉപദേശിക്കുകയാണ്. പ്രാണബുദ്ധി മനസ്വാത്മാ ധാരാപത്യധനാദയ സമ്പർക്കാത് പ്രിയാസൻ തതക്കോന്വപരപ്രിയാം. ശ്ലോകം 28. തദ്യാതദേവയജനം പദയോ വോ ദിജാദയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേധിനഃ. തത് യാത ദേവയജനം പദയഃ വഹ ദിജാദയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭി ഗൃഹമേധിനഃ. തത് അത് ഹേതുവായിട്ട് ദേവയജനം ഈ യജ്ഞപാഠത്തെ യഥ നിങ്ങൾ പ്രാപിക്കുവിൻ. അപ്പൊ എന്റെ ദർശനവും അതിന് ഹേതുവായ ഭക്തിയും നിങ്ങൾക്കുണ്ടായതുകൊണ്ട് നിങ്ങൾ കൃതാർത്ഥരായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആ സത്രം നടന്നു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ യജ്ഞപാഠത്തിലേക്ക് തന്നെ തിരിച്ചു പോകുക. വഹ നിങ്ങളുടെ പതയഹ ഭർത്താക്കന്മാരായും ദിജാതയ ബ്രാഹ്മണരുമായിരിക്കുന്ന ഗൃഹമേധന ഗൃഹസ്ഥന്മാർ യുഷ്മാഭി നിങ്ങളോടുകൂടി സ്വസത്രം അവരുടെ സത്രത്തെ പാരയിഷ്യന്തി പരിസമാപ്തി വരുത്തും. അപ്പൊ ഇവർക്ക് പേടി, കാരണം അവരെ ഭർത്താക്കന്മാർ പറഞ്ഞത് കേൾക്കാതെയാണ് ഇവർ ഓടി വന്നിരിക്കുന്നത്. ഇനി തിരിച്ചു ചെന്നാൽ ഇവരെ സ്വീകരിക്കുമെന്നുള്ള പേടിയുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ തിരിച്ചു പോണം, നിങ്ങൾക്ക് എന്നില് പരമഭക്തി ഉണ്ട്, നിങ്ങൾ തിരിച്ചു പോയാൽ മതി, അവര് നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ ചെന്ന് വേണം ആ യാഗം സമാപ്തി വരുത്തേണ്ടത്. അപ്പോ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അനുഗ്രഹം സമ്പാദിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്. യദ്യാതദേവയജനം പദയോ വോ ദിജാദയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേധിനഃ. ശ്ലോകം 29. പത്നിയ ഊചു മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ നിഗമം തവ പാദമൂലം പ്രാപ്താവയം തുളസിദാമ പദാവസൃഷ്ടം കേശൈർനിവോടും അതിലംഘ്യ സമസ്ത ബന്ധൂൻ മ ഏവം വിഭഹ അർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ നിഗമം തവ പാദമൂലം പ്രാപ്ത വയം തുളസീദാമ പദാവസൃഷ്ടം കേശൈഹി നിവോടും അതിലംഘ്യ സമസ്ത ബന്ധും. പദാവസൃഷ്ടം പദൗ അസൃഷ്ടമെന്ന് വരും. വിഭോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ഭവാൻ അങ്ങ് ഏവം ഇപ്രകാരം പത്നിമാര് പറയാണ്, നൃശംസം പരുഷം ഗതിതും പറയാനായിക്കൊണ്ട് മാ അർഹതി യോഗ്യനായി ഭവിക്കുന്നില്ല.
അങ്ങ് എന്താണ് പറയുന്നത്? ഞങ്ങൾ അങ്ങയെ കാണാൻ ഓടി വന്നതാണ്. അപ്പോ അങ്ങ് ഞങ്ങളോട് തിരിച്ചു പോകാൻ പറയുകയാണോ? അത് ശരിക്കും കഠിനമായി പോയി. അങ്ങയുടെ വാക്യം ഉചിതമല്ല എന്ന് പറയുകയാണ്. തവ അങ്ങയുടെ നിഗമം പ്രതിജ്ഞയെ സത്യം പരമാർത്ഥമായി കുരുഷ്വ ചെയ്താലും വയം ഞങ്ങൾ സമസ്ത സകല ബന്ധുക്കളെയും അതിക്രമിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പദാവസൃഷ്ട പദത്താൽ തിരസ്കരിക്കപ്പെട്ട അങ്ങയുടെ പാദകമലത്താൽ സ്പർശിക്കപ്പെട്ട തുളസിമാലയെ കേശൈഹി തലമുടികൾ കൊണ്ട് നിബോടും ആദരപൂർവം വഹിക്കാനായിക്കൊണ്ട് പാദമൂലത്തെ പ്രാപിച്ചവരാണ് ഞങ്ങൾ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങയുടെ പാദകമലത്താൽ സ്പർശിക്കപ്പെട്ട തുളസിമാല ഞങ്ങളുടെ ശിരസില് ധരിക്കണം. സർവ്വബന്ധുക്കളെയും പുത്രാദികളെയും ഉപേക്ഷിച്ചാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടം സാധിച്ചു തരിക, അല്ലാതെ ഞങ്ങളുടെ മടക്കി അയക്കുകയല്ല അങ്ങ് വേണ്ടത്. അങ്ങയുടെ ആജ്ഞ വളരെ സങ്കടകരമാണ്. മൈവം വിഭോർഗതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ നിഗമം തവ പാദമൂലം പ്രാപ്താഭയം തുളസിതാമപദാവസൃഷ്ടം കേശൈർനിവോടും അതിലംഘ്യ സമസ്ത ബന്ധൂൻ. ശ്ലോകം 30. ഗൃഹന്തിനോ ന പദയ പിതരൗ സുതാവാ ന പാതൃബന്ധു സുഹൃതക്കുതയേവ ചാന്യേ തസ്മാദ്ഭവത് പ്രപദയോ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിർ അരിന്ദമ തദ്വിധേഹി. ഗൃഹന്തി നഹ ന പദയഃ പിതരൗ സുതാവാ ന ഭാതൃബന്ധു സുഹൃദഃ കുതഃ ഏവ ച അന്യേ തസ്മാത് ഭവത് പ്രപദയോഃ പതിത ആത്മനാം നഹ ന അന്യ ഭവേത് ഗതിഹി അരിന്ദമാ തത് വിധേഹി. പദയ ഭർത്താക്കന്മാരും പിതരവും അച്ഛനും അമ്മമാരും സുതാവ പുത്രന്മാരും ഭ്രാതൃബന്ധു സുഹൃത സഹോദരങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും നഹ ഞങ്ങളെ ന ഗൃഹന്തി സ്വീകരിക്കുകയില്ല. കാരണം എന്താണ്? അവരൊക്കെ പോകരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്. ഇനി ഞങ്ങൾ ചെന്നാൽ അവരൊന്നും ഞങ്ങളെ സ്വീകരിക്കുകയില്ല. അന്യേ മറ്റുള്ളവർ കുതഹായേവ പിന്നെ പറയണോ? അപ്പൊ ബാക്കി അവിടെ ഇരിക്കുന്നവര് നമ്മൾ എന്തായാലും തള്ളിക്കളയും. തസ്മാത് അതുകൊണ്ട് അരിന്തമ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ ഭവത് പ്രപദയോഹോ അങ്ങയുടെ പാദാഗ്രഹങ്ങളിൽ പതിതാത്മനാം വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ ഞങ്ങൾക്ക് അന്യാഗതി മറ്റൊരു ഗതി ഭവിക്കരുത്. അപ്പൊ ഞങ്ങളെ അവര് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഒരു ശരണാഗതിയും കാണുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞങ്ങളെ ഉപേക്ഷിക്കാതെ അങ്ങ് സ്വീകരിച്ചാലും തത് വിധേഹി അങ്ങ് അതങ്ങനെ ചെയ്താലും എന്ന് പറയുകയാണ്. അപ്പൊ ഞങ്ങളുടെ ശത്രുക്കളെ, അതായത് രാഗാദി ശത്രുക്കളെ എല്ലാം വേരോടെ നശിപ്പിക്കാൻ അങ്ങ് സമർത്ഥനാകയാൽ രാഗാദി ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് ഞങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ ദാസ്യഭാവത്തെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ആജ്ഞ നൽകണമേ എന്ന് വിപ്രപത്നിമാർ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. ഗൃഹന്തിനോ ന പദയ പിതരോ സുതാവാ ന പാതൃബന്ധു സുഹൃതക്കുതയേവ ചാന്യേ തസ്മാത് ഭവത് പ്രപദയോ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിർ അരിന്ദമ തദ്വിധേഹി. ശ്ലോകം 31. ശ്രീഭഗവാനുവാച പദയോ നാഭ്യ സൂയേരൻ പിതൃഭാതൃസുതാദയഃ ലോകാശ്ചവോ മയോ ഭേദ ദേവ അപ്യ അനുമന്യതേ. പദയഃ ന അപ്യ സൂയേരൻ അപ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയഃ ലോകാഃ ച വഹ മയോഭേദ ദേവ അപി അനുമന്യതേ. മയ എന്നോടുകൂടി, അപ്പൊ ഭഗവാൻ പറയാണ്, ഭഗവാൻ വാച എന്നോടുകൂടി ഉപയാനം
ചെയ്തിരിക്കുന്ന, അതായത് എൻ്റെ അരികത്ത് വന്നിരിക്കുന്ന വഹ നിങ്ങളെ പതയഹ പതികളും ഭർത്താക്കന്മാരും ഭ്രാതൃസുതാതയ അച്ഛൻ സഹോദരൻ പുത്രന്മാർ ഇവരും ലോകാക ലോകങ്ങളും ന അപ്യസൂയേരൻ അവർ നിങ്ങളെ ദോഷപ്പെടുത്തുകയില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. ദേവാഭി ദേവന്മാരും അനുമന്യതേ നിങ്ങൾ അനുമോദിക്കും, ദേവന്മാരെല്ലാം നിങ്ങൾ അനുമോദിക്കും, ആരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക. ശ്രീ ഭഗവാനുവാച പദയോ നാപ്യസൂയേരൻ പിതൃഭാതൃസുദാതയ ലോകാശ്ച വോമയോ വേദ ദേവാപ്യനുമന്യതേ. ശ്ലോകം 32. ന പ്രീതേ അനുരാഗായ ഹി അംഗസംഗോ നൃണാമിക യന്മനോമയി യുഞ്ജാന അജിരാത്മാം അവാപ്സ്യതാം. ന പ്രീതയെ അനുരാഗായ ഹി അംഗസംഗഃ നൃണാമിക യന്മനഃ മയി യുഞ്ജാന അജിരാത് മാം അവാപ്സ്യത. അംഗസംഗ ദേഹത്തോടുള്ള ചേർച്ച ഇഹ ഈ സംസാരത്തിൽ നൃണ മനുഷ്യർക്ക് പ്രീതയെ പ്രീതിക്കായിക്കൊണ്ടും അനുരാഗത്തിനായിക്കൊണ്ടും ന ഭവിക്കുന്നില്ല. തത് അത് ഹേതുവായിട്ട് മൈ എന്നിൽ മനഃ മനസ്സിനെ ഇഞ്ചാന യോജിപ്പിക്കുന്നവരായി അജിര ഉടനെ മാം എന്നെ അവാപ്സ്യത നിങ്ങൾ പ്രാപിക്കും. അപ്പൊ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ആഗ്രഹം ഞാനിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയെ ഞാൻ സ്വീകരിക്കാത്തതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകണ്ട. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എൻ്റെ സമീപത്തിൽ വസിക്കുന്നത് ഈ സംസാരത്തിൽ വസിക്കുന്ന മറ്റാളുകൾക്ക് അത്ര ഇഷ്ടം കാണുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളിലുള്ള അനുരാഗത്തിന് ഒട്ടും ഉചിതമായിരിക്കുകയില്ലെന്ന് പിന്നെ പറയണോ? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദേഹം കൊണ്ടുള്ള സമീപസ്ഥിതി നിങ്ങൾ കാര്യമാക്കാതെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഭർത്താവിനോട് കൂടെ ചെന്ന് കഴിയുക, മക്കളോടും. പക്ഷെ എന്ത് ചെയ്യണം? മനസ്സിനെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ ഉറപ്പിക്കുക. അപ്പൊ നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് ഏത് ജോലി വേണം ചെയ്യാം, ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിക്കാം. പക്ഷേ മനസ്സിനെ എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറപ്പിക്കുക. അങ്ങനെ വന്നാൽ ദേഹനാശാനന്തരം നിങ്ങൾ എന്നിൽ തന്നെ ചേരും. അപ്പോൾ ഇത് നമുക്കുള്ള ഉപദേശമാണ്. അപ്പൊ നമ്മൾ ഏത് കർമ്മം ചെയ്താലും കർമ്മം ചെയ്യാം, പക്ഷെ മനസ്സെവിടെയായിരിക്കണം? ഭഗവാനിൽ തന്നെ ഉറപ്പിക്കണം. ന പ്രീതയെ അനുരാഗായ ഹി അംഗസംഗോ നൃണാമിക യന്മയോ മയി യുഞ്ജാന അജിരാത്മാം അവാപ്സ്യതാം. ശ്ലോകം 33. ശ്രീശുകൗവാച ഇത്യുക്താ മുനിപത്നിസ്താഃ യജ്ഞവാടം പുനർഗതാഃ തേ ചാനസൂയവ സ്വാപി സ്ത്രീഭിः സത്രമപാരയൻ. ഇതി ഉക്ത മുനി പത്ന്യഃ താഃ യജ്ഞവാടം പുനർഗതാഃ തേ ച അനസൂയവഃ സ്വാഭിഃ സ്ത്രീഭിः സത്രം അപാരയൻ. ഇത് ഇപ്രകാരം ഉക്ത പറയപ്പെട്ട മുനിപത്ന്യഃ മുനി ഭാര്യമാരായ താഹ അവർ പുനഃ പിന്നെ യജ്ഞവാടം യജ്ഞശാലയെ ഗതാഹ പ്രാപിച്ചവരായി തേച്ച അവരും അനസൂയവ അസൂയാരഹിതന്മാരായിട്ട് സ്വാഭി സ്ത്രീഭി തങ്ങളുടെ പത്നിമാരോടുകൂടി സത്രം യാഗത്തെ അപാരയൻ പരിസമാപ്തി വരുത്തി. അപ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് വിപ്രപത്നിമാർ യജ്ഞശാലയിൽ പ്രവേശിച്ചു. അപ്പോ ആ ബ്രാഹ്മണന്മാർ അവരെ സ്വീകരിച്ചു, അവരോട് എതിർപ്പൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവരെത്തിയപ്പോൾ ആ യാഗത്തെ പരിസമാപ്തി വരുത്തുകയും ചെയ്തു. ശ്ലോകം 33. ശ്രീശുകോവാച ഇത്യുക്ത മുനിപത്ന്യസ്ത യജ്ഞപാഠം പുനർഗതാഃ
തേചാനസൂയവസ്വാഭി സ്ത്രീഭി സത്രമപാരയൻ. ശ്ലോകം 34. തത്രൈകാ വിധൃതാ ഭർത്ര ഭവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം. തത്ര ഏകാ വിധൃതാ ഭർത്ര ഭവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമ്മ അനുബന്ധനം. തത്ര അവിടെ ഭർത്താവിനാൽ വിധൃത വിശേഷേണ തടുക്കപ്പെട്ട ഏക ഒരുവൾ യഥാശ്രുതം കേട്ടതിനനുസരിച്ച് ഭഗവന്തം ഭഗവാനെ ഹൃദയം കൊണ്ട് ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട് കർമാനുബന്ധനം കർമ്മത്തെ അനുസരിച്ചുണ്ടായ ദേഹത്തെ വിജഹു വിശേഷേണ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ വിപ്രപത്നിമാർ ഓടി വന്നപ്പോൾ ഒരു സ്ത്രീയെ അവരെ ഭർത്താവ് വിട്ടില്ല. അവരുടെ ഭർത്താവ് എന്ത് ചെയ്തു? അവളെ പിടിച്ചു വെച്ചു, വിട്ടില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഭഗവാനെ കാണാനുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ ഉടനെ തന്നെ ആ ഭഗവാന്റെ രൂപ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ച് ധ്യാനിച്ചു. എന്നിട്ട് അവളുടെ ദേഹത്തെ ഉടനെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ഭഗവാനിൽ ലയിച്ചു. അപ്പൊ അങ്ങനെ എത്രയോ ധന്യയാണ് അവൾ. അപ്പൊ ഭഗവാൻ ഗീതയിൽ പറയും, യം യം വാവിസ്മരൻ ഭാവം ത്യജന്തേ കളേബരം തം തം അവൈതി കൗന്ദേയ സദേ തദ്ഭാവം അഭാവിത. അതായത് ആരെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നുവോ അവരെ തന്നെ പ്രാപിക്കും. അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഭഗവാനെ തന്നെ മനസ്സിൽ ചിന്തിച്ച് ശരീരം ഉപേക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭഗവാനിൽ തന്നെ പ്രാപിച്ചു. അപ്പൊ അവൾ എത്രയോ ധന്യയാണ്. നേരത്തെ ഞാൻ ഒരു ഉദാഹരണം നേരത്തെ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേട്ടാവെളിയിൽ അതെന്ത് ചെയ്യുന്നു? ഒരു പുഴുവിനെ എടുത്ത് അതിൻ്റെ കൂട്ടിൽ വയ്ക്കും. എന്നിട്ട് മണ്ണ് കൊണ്ട് ഇതെല്ലാം മൂടി വയ്ക്കും, ഒരു ദ്വാരം ഇട്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പുഴു മുകളിലോട്ട് വരാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വേട്ടാവെള്ളിയൻ എന്ത് ചെയ്യും? അതിനൊരു കുത്തു കൊടുക്കും. അപ്പോൾ അത് താഴോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ വന്ന് അവസാനം ഇതെന്ത് ചെയ്യുന്നു? ഈ വേട്ടാവെള്ളിയനായിട്ട് തന്നെ മാറുന്നു. അപ്പോൾ അത് എപ്പോഴും അതിനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതായിട്ട് തന്നെ മാറും. അതുപോലെ നമ്മൾ ഏതിനെ ചിന്തിക്കുമോ, മരണകാലത്ത് ഏതിനെ ചിന്തിക്കുന്നുവോ അതായിട്ട് നമ്മൾ മാറും. നമ്മൾ കുട്ടികളെയൊക്കെ ചിന്തിച്ച് മരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ വീണ്ടും സംസാരത്തിൽ വരും. അല്ല നമ്മുടെ വേറെ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ അങ്ങനെ അവരെ ചിന്തിച്ചാണ് മരിക്കുന്നതെങ്കിൽ ആ ജന്മമെടുക്കും. ഏതിനെ ചിന്തിച്ച് നമ്മുടെ ഭാഗവതത്തിൽ തന്നെ ജഡഭരതന്റെ കഥ നമ്മൾ പഠിച്ചു. ജഡഭരതൻ അവസാനം ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു മാനിനെ ചിന്തിച്ചപ്പോൾ അടുത്ത ജന്മത്തിൽ മാനായിട്ട് ജനിക്കേണ്ടി വന്നു. അതുപോലെ ഏതിനെ ചിന്തിക്കുന്നു അതായി ഭവിക്കും. ഭഗവാനെ ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാനിൽ തന്നെ ലയിക്കും. തത്രൈക വിധൃതാ ഭർത്ര ഭവന്തമിതാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം. ശ്ലോകം 35. ഭഗവാനവി ഗോവിന്ദ തേനൈവാന്യേന ഗോപകാൻ ചതുർവിധേന ആശയിത്വാ സ്വയം ചാബുഭുജേ പ്രഭുവു. ഭഗവാൻ അഭി ഗോവിന്ദ തേന ഏവ അന്യേന ഗോപകാൻ ചതുർവിധേന ആശയിത്വാ സ്വയം ച ബുഭുജേ പ്രഭുവു. ഗോവിന്ദ അല്ലയോ ഗോവിന്ദ, ഭഗവാനഭി ഭഗവാനും. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ പശുവിനെ പരിപാലിക്കുന്നവനർത്ഥം. ഗോ എന്ന് വെച്ചാൽ പശു എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പശുവിനെ പരിപാലിക്കുന്ന ഭഗവാനഭി ഭഗവാനും ചതുർവിധേന 4 വിധത്തിലുള്ള തേന അന്നേന ആ അന്നം കൊണ്ട് തന്നെ ഗോപകുമാരന്മാരെ ആശയിത്വ ഭക്ഷിപ്പിച്ചിട്ട് പ്രഭുവായ സ്വയം ച താനും ഭക്ഷിച്ചു. അപ്പോൾ അവർ കൊണ്ടുവന്ന ഭക്ഷണം വിപ്രപത്നിമാർ
കൊണ്ടുവന്ന ഭക്ഷണത്തെ ഗോപന്മാർക്കും കൊടുത്തിട്ട് ഭഗവാനും ഭക്ഷിച്ചു. അപ്പൊ ആരായിരുന്നാലും എന്ത് കൊടുത്താലും ഭഗവാന് സന്തോഷത്തോടെ, ഭക്തിയാ കൊടുത്താൽ ഭഗവാൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപകൃതം അസ്നാമി പ്രേതാത്മനഃ. അപ്പൊ ആ ഭക്തൻ എന്തായിരുന്നാലും, ഒരു വെള്ളം, പത്രോ പുഷ്പോ പിന്നെ വെള്ളോ എന്തായിരുന്നാലും ഭക്തിയോടുകൂടി കൊടുത്താൽ ഭഗവാൻ അതിനെ സ്വീകരിക്കും. ഭഗവാനപി ഗോവിന്ദ സ്തേനൈവാന്യേന ഗോപകാൻ ചതുർവിധേന ആശയിത്വാ സ്വയം ച ബുഭുജേ പ്രഭു. ശ്ലോകം 36. ഏവം ലീലാ നരവപുർ നിർലോകം മനുശീലയൻ രമേ ഗോപഗോപീനാം രമയൻ രൂപവാകൃതൈഃ. ഏവം ലീല നരവപുഃ നിർലോകം അനുശീലയൻ രമേ ഗോപഗോപീനാം രമയൻ രൂപവാകൃതൈഃ. ഏവം ഇപ്രകാരം ലീലാ നരവപുഃ ലീലയ്ക്കായി സ്വീകരിച്ച മനുഷ്യദേഹത്തോടുകൂടിയ ഭഗവാൻ നിർലോകം മനുഷ്യലോകത്തെ അനുശീലയൻ അനുസരിച്ചുകൊണ്ട് രൂപവാകൃതൈ ദേഹം കൊണ്ടും വാക്കുകൊണ്ടും വ്യാപാരം കൊണ്ടും ഗോപ ഗോപീന പശുക്കളെയും ഗോപന്മാരെയും ഗോപികളെയും രമയൻ രമിപ്പിച്ചുകൊണ്ട് രമയെ ക്രീഡിച്ചു. അപ്പൊ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ലീലയ്ക്കായി അവതരിച്ച ആ ഭഗവാൻ എന്ത് ചെയ്തു? മനുഷ്യലോകത്തെ അനുകരിച്ചുകൊണ്ട് ദേഹം കൊണ്ടും വാക്കുകൊണ്ടും വ്യാപാരം കൊണ്ടും പശുക്കളെയും ഗോപന്മാരെയും ഗോപികളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ വൃന്ദാവനത്തിൽ കഴിഞ്ഞു. ഏവം ലീല നരവപുർ നിർലോകമനുശീലയൻ രമേ ഗോപഗോപീനാം രമയൻ രൂപവാകൃതൈഃ. ശ്ലോകം 37. അഥാനുസ്മൃത്യ വിപ്രാസ്തേ അന്യോതപ്യൻ കൃതാഗസഃ യത് വിശ്വേശ്വരയോർ യാജ്ഞാ അഹന്മ നിർവിഡംബയോഃ. അഥ അനുസ്മൃത്യ വിപ്രാഹ തേ അന്യോതപ്യൻ കൃതാഗസഃ യത് വിശ്വേശ്വരയോഃ യാജ്ഞാം അഹന്മ നിർവിഡംബയോഃ. നിർവിഡംബയോഃ മനുഷ്യലീലയെ കാട്ടുന്ന വിശ്വേശ്വരയോഃ വിശ്വേശ്വരന്മാരായ ആ രണ്ടുപേരുടെ രാമകൃഷ്ണന്മാരുടെ യാജ്ഞാം യാചനയെ അഹന്മ യത് നമ്മൾ നിരാകരിച്ചു എന്നത് യാതൊന്നോ അതുകൊണ്ട് കൃതാഗസ അപരാധം ചെയ്തവർ ആകുന്നു. അപ്പോൾ ഭർത്താക്കന്മാർ പറയുകയാണ്, ബ്രാഹ്മണര് പറയുകയാണ്, നമ്മള് ആ ഭഗവാന്റെ ആജ്ഞയെ ധിക്കരിച്ചതുകൊണ്ട് നമ്മൾ വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. കൃതാഗസ അപരാധം ചെയ്തവരാകുന്നു എന്ന് അഥാ അനന്തരം അനുസ്മൃത്യ ആലോചിച്ചിട്ട്, ഇപ്പൊ ബ്രാഹ്മണർ ആലോചിച്ചു നമ്മൾ വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് തേ വിപ്രാഹ വിപ്രന്മാർ ബ്രാഹ്മണർ അനുതപിച്ചു, അവർ പശ്ചാത്തപിച്ചു. ഭഗവാന്റെ ആ മാഹാത്മ്യം മനസ്സിലാക്കാതെ ഭഗവാൻ ആഹാരം കൊടുത്തില്ല. അതുമാത്രമല്ല അവരുടെ പത്നിമാരെ അവർ തടയുകയും ചെയ്തു. ഞങ്ങൾ വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ച് അവർ പശ്ചാത്തപിച്ചു. അഥാനുസ്മൃത്യ വിപ്രാസ്തേ അന്യതപ്യൻ കൃതാഗസഃ യത് വിശ്വേശ്വരയോ യാജ്ഞാം അഹന്മാനൃ വിഡംബയോഃ. ശ്ലോകം 38. ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിമലൗകികീം ആത്മാനം ച തയാഹീനം അനുതപ്ത വ്യഗർഹയൻ. ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിം അലൗകികം ആത്മാനം ച തയാഹീനം അനുതപ്ത വ്യഗർഹയൻ. ഭഗവതി ഭഗവാനായ കൃഷ്ണനിൽ സ്ത്രീകൾക്ക് അലൗകികീം ഭക്തി അസാധാരണമായ ഭക്തിയെയും തയാഹീനം അതില്ലാത്ത ആത്മാനം തന്നെയും ദൃഷ്ട നോക്കിയിട്ട് അനുതപ്ത പശ്ചാത്തപയുക്തരായി ആത്മാനം സ്വയം ബഹർഹയൻ നിർദ്ദിച്ചു. അപ്പോൾ അവർ പറയാണ്, ബ്രാഹ്മണർ വിചാരിക്കുകയാണ്,
അപ്പൊ ഈ ഭഗവാനില് ഞങ്ങളുടെ സ്ത്രീകൾക്ക് പരമപ്രേമ ഭക്തിയുണ്ട്, എന്നാൽ ഞങ്ങൾക്കോ അത് ഇല്ല. അവര് അങ്ങനെ വീണ്ടും പശ്ചാത്തപിച്ച് തങ്ങളെ തന്നെ അവരവരെ തന്നെ അവർ നിന്ദിച്ചു. ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിമലൗകികീം ആത്മാനം ച തയാഹീനം അനുതപ്ത വ്യഗർഹയൻ. ശ്ലോകം 30. ധിക് ജന്മനസ്ത്രിവൃത് വിദ്യാം ധിക് വൃതം ധിക് ബഹുജ്ഞതാം ധിക് കുലം ധിക് ക്രിയദാക്ഷ്യം വിമുഖായേതോ അധോക്ഷജേ. ധിക് ജന്മ ന ത്രിവൃത് വിദ്യാം ത്രിവൃത് വിദ്യാം ധിക് വൃതം ധിക് ബഹുജ്ഞതാം ധിക് ക്രിയാദാക്ഷ്യം വിമുഖ യേ തു അധോക്ഷജേ. ഏതു ഏതൊരുത്തരാകട്ടെ അധോക്ഷജൻ ഭഗവാനിൽ വിമുഖ ഭക്തിഹീനന്മാരായിരിക്കുന്നത് നഖ ആ നമ്മുടെ ത്രിവൃ 3 ഗുണങ്ങളോടുകൂടിയ ജന്മത്തെയും. അപ്പോ 3 ഗുണങ്ങളേത്? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പൊ അങ്ങനെ 3 ഗുണത്തോടു കൂടി ആ ജന്മത്തെയും വിദ്യ വേദാധ്യയനത്തെയും വ്രതത്തെയും ബഹുജ്ഞത അനേക ശാസ്ത്രം പഠിച്ചവരാണെന്നുള്ള ഭാവത്തെയും കുലത്തെയും ദയാദാക്ഷ്യം ക്രിയകളിലുള്ള സാമർഥ്യയും ധിക് നിന്ദിക്കണം. അപ്പൊ ഞങ്ങളുടെ ജന്മം നിഷ്ഫലമായി. അപ്പൊ ഇതെല്ലാം പഠിച്ചു, വേദങ്ങളെല്ലാം പഠിച്ചു, 3 തരം വിദ്യകളും പഠിച്ചു. ഭക്തിഹീനന്മാരായ ഞങ്ങളുടെ 3 ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ശൗക്ലം, സാവിത്രം, ദൈക്ഷ. അതായത് ജ്ഞാനത്തിന് അധികാരികളായി ഭവിക്കുന്നത് ശുക്ലം, ശുദ്ധം, നിർമ്മലം, ശുഭ്രം എന്നൊക്കെ പറയും. ആ വിധമിരിക്കുന്ന സത്വഗുണം അധികരിച്ചിട്ടാണ് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത്. ആ അവസ്ഥയാണ് ശൗക്ലം എന്ന് പറയുന്നത്. സാവിത്രം എന്ന് പറഞ്ഞാൽ ഗായത്രി ജപിക്കാനുള്ള അധികാരം. ദൈക്ഷം എന്ന് പറഞ്ഞാൽ യാഗാദി കർമ്മ ചെയ്യാനുള്ള അധികാരം. അപ്പൊ ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്. വേദാധ്യയനം ചെയ്യാനുള്ള അധികാരമുണ്ട്, ഗായത്രി ജപിക്കാൻ അധികാരമുണ്ട്, യാഗം ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണ് ഫലം? ശരിക്കുള്ള ആ പരമാത്മാവിനെ ആർക്കു വേണ്ടിയാണോ യാഗം ചെയ്യുന്നത് ആ പരമാത്മാവിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങളുടെ ഇതെല്ലാം വ്യർത്ഥം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ തന്നെ നിന്ദിക്കുകയാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഭാര്യമാരാണെങ്കിലോ അവർക്ക് ഭഗവാന്റെ ആ അനുഗ്രഹം കിട്ടി. അതിന് കാരണം എന്താണ്? അവർ മുൻ ജന്മത്തിൽ അനുഷ്ഠിച്ചിരുന്ന സത്ഫലങ്ങളായിരിക്കും. അപ്പൊ അവർ തന്നെയാണ് ഭാഗ്യശാലികൾ എന്ന് ബ്രാഹ്മണർ പറയുകയാണ്. ധിക് ജന്മ ന ത്രിവൃദ്വിദ്യാം ധിക് വ്രതം ധിക് ബഹുജ്ഞതാം ധിക് കുലം ധിക് ക്രിയാദാക്ഷ്യം വിമുഖായേതോ അധോക്ഷജേ. ശ്ലോകം 40. നൂനം ഭഗവതോ മായ യോഗിനാമവിമോഹിനി യദ്വയം ഗുരവോ നൃണാം സ്വാർത്ഥേ മുഹ്യാമഹേ ദ്വിജാഹ. നൂനം ഭഗവതഃ മായ യോഗിനാം അവിമോഹിനി യദ്വയം ഗുരവഃ നൃണാം സ്വാർത്ഥേ മുഹ്യാം അഹേ ദ്വിജാഹ. ഭഗവതഃ ഭഗവാന്റെ മായ, ആ മായ എന്ന് പറയുന്നത്, ആ അചിന്ത്യമായ ശക്തി എന്ന് പറയുന്നത് യോഗിനാമപി യോഗികൾക്കും മോഹിനി മോഹത്തെ ജനിപ്പിക്കുന്നത് തന്നെ. അപ്പൊ ഭഗവാന്റെ മായ യോഗികളെ പോലും മോഹിപ്പിക്കുന്നു. ന്യൂനം നിശ്ചയം യാതൊന്ന് ഹേതുവായിട്ട് ദ്വിജ ബ്രാഹ്മണരായ ഭയം ഞങ്ങൾ നൃണാം മനുഷ്യർക്ക് ഗുരവഹ ഉപദേശം ചെയ്യാൻ അധികാരികളാകുന്നു. അപ്പൊ മനുഷ്യർക്ക് ജന്മം കൊണ്ട് ബ്രാഹ്മണരായ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യാൻ അധികാരികളായ ഗുരുക്കളാണ്. സ്വാർത്ഥേ സ്വപ്രയോജനത്തിൽ മുഖ്യാമകെ. പക്ഷെ ഞങ്ങൾ മോഹിച്ചുപോയി. ഞങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? കൊള്ളരുതാത്തവരായി ഭവിച്ചു. അത് നിന്ദ്യകർമ്മം തന്നെയാണ്. നമ്മൾ ഗുരുക്കന്മാരെന്നുള്ള അവസ്ഥ ശരിക്കും ഹാസ്യം തന്നെയാണ്.
മറ്റുള്ളവർ പരിഹസിക്കാൻ യോഗ്യമായി ഭവിക്കുന്നു. അത് ഭഗവാന്റെ മായ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. ന്യൂനം ഭഗവതോ മായ യോഗിനാമപി മോഹിനി യദ്വയം ഗുരവോ നൃണാം സ്വാർത്ഥേ മുഹ്യാമഹേ ദ്വിജാഹാം. ശ്ലോകം 41. അഹോ പശ്യത നാരീണാം അഭികൃഷ്ണേ ജഗദ്ഗുരു ദുരന്തഭാവം യോ അവിദ്യ മൃത്യുപാശാൻ ഗൃഹാഭിധാൻ. അഹോ പശ്യത നാരീണാം അഭി കൃഷ്ണേ ജഗദ്ഗുരു ദുരന്തഭാവം യഹ അവിദ്യത് മൃത്യുപാശാൻ ഗൃഹാഭിധാൻ. നാരീണാം അഭി സ്ത്രീകൾക്കു കൂടി ജഗദ്ഗുരു ലോകപൂജ്യനായ കൃഷ്ണനിൽ ദുരന്തഭാവം അവസാനമില്ലാത്ത ഭക്തിയെ പശ്യത നോക്കുവിൻ. അപ്പൊ ആ സ്ത്രീകളുടെ ഭക്തിയെ നോക്കുവിൻ. യഹ യാതൊന്ന് ഗൃഹാഭിധാൻ ഗൃഹം എന്നു പേരായ മൃത്യുപാശാൻ യമന്റെ കയറുകളെ അവിദ്രത മുറിച്ചു. അഹോ ആശ്ചര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും നിസ്സാരന്മാരാണ്, മൂഢന്മാരായി. അപ്പൊ നമുക്ക് സംസ്കാരമൊന്നും ഇല്ല. എന്നാൽ സ്ത്രീകളാണെങ്കിലോ അവര് ബ്രഹ്മാദിദേവന്മാർക്ക് പോലും പൂജ്യനായ ഭഗവാനിൽ ഏറ്റവും ഉറപ്പുള്ള ഭക്തി ഉള്ളവരായിരിക്കുന്നു. നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും അവർ കൃഷ്ണസന്നിധിയിൽ പോയി. ഇപ്പൊ യമപാശം പോലെ അതിദൃഢവും അനന്ത ദുഃഖപ്രദവുമായ പതിപുത്രാദി വിഷയസ്നേഹം അവർക്ക് ഈ വിധം ഇത്ര വേഗത്തിൽ ഇല്ലാതെ വന്നത് കൃഷ്ണനുള്ള ഭക്തി കൊണ്ടാണ്. നമ്മൾ എത്രത്തോളം അവരെ നിർബന്ധിച്ചു പോകരുതെന്ന്, പക്ഷേ അവര് പോയി. എന്തുകൊണ്ടാണ്? അപ്പൊ യമപാശത്തെ പോലും അവർ ലംഘിച്ചിട്ട് പോയിരിക്കുന്നു. കാരണം കൃഷ്ണനുള്ള ഭക്തി അവർക്ക് അത്രയുണ്ട്. അപ്പൊ നമുക്കോ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവര് ലജ്ജിക്കുകയാണ്. അപ്പൊ നമ്മൾ ഗുരു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാർ തന്നെയാണ് ഗുരുസ്ഥാനം വഹിക്കേണ്ടത് എന്നവർ പറയുന്നു. അഹോ പശ്യത നാരീണാം അഭികൃഷ്ണേ ജഗദ്ഗുരു ദുരന്തഭാവം യോ വിദ്യൻ മൃത്യുപാശാൻ ഗൃഹാഭിധാൻ. ശ്ലോകം 42. നാസാം ദിജാതി സംസ്കാരോ നഹിവാസോ ഗുരാവപി ന തപോ നാത്മമീമാംസ ന ശുചൗ ന ക്രിയാശുഭാം. നാസാം ദിജാതി സംസ്കാരഃ നഹി വാസഃ ഗുരൗ അപി ന തപഃ ന ആത്മമീമാംസ ന ശൗചം ന ക്രിയാ ശുഭാഹ. അപ്പോ സ്ത്രീകളുടെ കാര്യം വീണ്ടും പറയുകയാണ്. ആസാം ന ആസാം ഇവർക്ക് ദ്വിജാതി സംസ്കാര ഉപനയനം. ദ്വിജാതി സംസ്കാരം ഉപനയനം ഇല്ല. അപ്പൊ സ്ത്രീകൾക്ക് ഉപനയനമൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്ക് ഉപനയനം ഇല്ല. ഗുരുവിൽ നിവാസവാസവുമില്ല. അതായത് ഗുരുവിലെ വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല. സ്ത്രീകളെ അയക്കൂലല്ലോ. ശൗചം സാമാന്യമായ കർമ്മശുദ്ധി, അതായത് യമനിയമം മുതലായവയൊന്നും ഇവർ ശീലിക്കുന്നില്ല. ഇല്ല. ശുഭങ്ങളായ ക്രിയ കർമ്മങ്ങളുമില്ല. അപ്പൊ ഇവർക്ക് നമുക്കുള്ളതുപോലെ ഉപനയനമോ ഗുരുകുലവാസമോ പിന്നെ സന്ധ്യാവന്ദനാദി ക്രിയ അനുഷ്ഠാനമോ തപസ്സോ ആത്മവിചാരമോ ശൗചമോ ഒന്നുമില്ല. പക്ഷേ അവർക്ക് കൃഷ്ണനിൽ ദൃഢമായ ഭക്തിയുണ്ട്. നാസാം ദ്വിജാതി സംസ്കാരോ നഹിവാസോ ഗുരാവപി ന തപോ നാത്മമീമാംസ ന ശൗചം ന ക്രിയാ ശുഭാഗാം. ശ്ലോകം 43. അഥാഭിഹി ഉത്തമ ശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തിർദൃഢാ ചാസ്മാകം സംസ്കാരാദിമതാമഭി. അഥ അഭിഹി ഉത്തമ ശ്ലോകേ. അഥാഭി എങ്കിലും ഉത്തമ ശ്ലോകേ. ആ ഉത്തമ ശ്ലോകനിൽ കൃഷ്ണേ യോഗേശ്വരേശ്വരേ യോഗേശ്വരന്മാരാൽ സേവിതനായ കൃഷ്ണനിൽ ദൃഢ ഉറപ്പുള്ള ഭക്തി ഉണ്ടായി. അവർക്ക് കൃഷ്ണനിൽ അവർക്ക് ഇങ്ങനത്തെ ഒന്നുമില്ല. ഉപനയനമോ ഗുരുകുല വിദ്യാഭ്യാസമോ ശൗചമോ ഒന്നുമില്ലെങ്കിലും കൃഷ്ണനിൽ ഉറപ്പുള്ള ഭക്തി ഉണ്ടായി. സംസ്കാരാദി മതാമഭി സംസ്കാരാദികൾ ഉള്ളവരാണെങ്കിലും അസ്മാകം നമ്മൾക്ക് നച അതുണ്ടായില്ല. നമുക്ക് എല്ലാ
സംസ്കാര ഉപനയനം ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് കൃഷ്ണനിൽ ദൃഢമായ ഭക്തി ഉണ്ടായില്ല. അതാഭിഹി ഉത്തമ ശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തിർദൃഢാന ചാസ്മാകം സംസ്കാരാദിമതാമപി. ശ്ലോകം 44. നനു സ്വാർത്ഥ വിമൂഢാനാം പ്രമത്താനം ഗൃഹേഹയാ അഹോന സ്മാരയാമാസ ഗോപവാക്യൈ സതാം ഗതിഹി. നനു സ്വാർത്ഥ വിമൂഢാനാം, സ്വാർത്ഥ വിമൂഢാനാം, സ്വപ്രയോജനത്തിൽ ഒട്ടും അറിവില്ലാത്തവരും മൂഢന്മാരും, ഗേഹേഹയ, ഗേഹ വ്യാപാരം കൊണ്ട് പ്രമത്താനാം വിചാരശൂന്യരുമായ. അപ്പൊ നമ്മള് എങ്ങനെയുള്ളവരാണ്? ഗൃഹവ്യാപാരത്തിൽ വിചാരശൂന്യരായ നമ്മളെ സദാം സത്തുക്കൾക്ക് ഗതിഹി ആശ്രമമായിരിക്കുന്ന ഭഗവാൻ ഗോപവാക്യങ്ങൾ കൊണ്ട് സ്മാരയാമാസ ഓർമ്മപ്പെടുത്തി. ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. അഹോ, ആശ്ചര്യം തന്നെ. ഗോപന്മാർ മുഖാന്തരം ഭക്ഷണം യാചിച്ചതിന്റെ പ്രയോജനം ഇപ്പൊ അവര് മനസ്സിലാക്കി. ഭഗവാൻ കാരുണ്യമുള്ളവനാണ്. ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ഗോപന്മാരെ അയച്ചത്. പക്ഷേ നമ്മള് ആ ഗൃഹാസക്തി അല്ലെങ്കിൽ ദേഹത്തോടുള്ള ആസക്തി നിമിത്തം ഭക്തിഹീനരായി ഭവിച്ചു. നമ്മൾ ഭഗവാന്റെ ആ അനുജ്ഞയെ നമ്മൾ കേട്ടില്ല, വകവച്ചില്ല. നനു സ്വാർത്ഥ വിമൂഢാനാം പ്രമത്താനാം ഗൃഹേഹയാ അഹോ ന സ്മാരയാമാസ ഗോപവാക്യൈ സതാം ഗതിഹി. ശ്ലോകം 45. അന്യഥാ പൂർണ്ണകാമസ്യാം കൈവല്യാദ്യാശിഷാം പദേ ഈശിതവ്യൈക്കും അസ്മാഭിർ ഈശസ്യൈ ഏതത് വിഡംബനം. അന്യഥ അല്ലെങ്കിൽ പൂർണ്ണകാമസ്യ പരിപൂർണ മനോരഥനും കൈവല്യാദ്യ ആശിഷാം, കൈവല്യാദി ആശിഷാം, കൈവല്യം വെച്ചാൽ മോക്ഷം, മോക്ഷം മുതലായ അനുഗ്രഹങ്ങളുടെ പതിയുമായ ഈശിതവ്യൈ, ഈശിതവ്യൈ പരാധീനന്മാരായ ഈശസ്യ ഈശ്വരന് പരാധീനന്മാരായ അസ്മാവി നമ്മളെ കൊണ്ട് കിം എന്ത് പ്രയോജനമാണ്? ഇത് വിഡംബനം, അനുകരണമാണ്. അപ്പൊ നമ്മളെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ നമ്മളോട് യാചിച്ചത്. അല്ലെങ്കിൽ പൂർണ്ണകാമനായ ഭജിക്കുന്നവർക്ക് 4 വിധ പുരുഷാർത്ഥത്തെ നൽകുന്ന നാഥനായ ഭഗവാൻ അത്യന്തം പരാധീനനായിരിക്കുന്ന നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതായിട്ട് എന്താണുള്ളത്? യാതൊന്നുമില്ല. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി യാചകവേഷവും ഭഗവാൻ അംഗീകരിച്ചു. അഗോ, ഭഗവാന്റെ കാരുണ്യ അതിശയം ബഹുകേമം തന്നെയാണ്. അന്യഥാ പൂർണ്ണകാമസ്യ കൈവല്യാദ്യാശിഷാപദേ ഈശിതവ്യൈക്കും അസ്മാഭിർ ഈശസ്യേതത് വിഡംബനം. ഈശസ്യ ഏതത് വിഡംബനം. ശ്ലോകം 46. ഹിത്വാന്യാൻ ഭജതേയം ശ്രീ പാദസ്പർശാശയാസകൃത് ആത്മദോഷാപവർഗേണ യജ്ഞാം ജനമോഹിനി. ഹിത്വാ അന്യാൻ, അന്യാൻ ഹിത്വാ, അന്യന്മാരെ ഉപേക്ഷിച്ചിട്ട് ശ്രീ ലക്ഷ്മി ആത്മദോഷാപവർഗേണ സ്വദോഷങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യം യാതൊരുവനെ പാദസ്പർശാശയ പാദശുശ്രൂഷയ്ക്കായിക്കൊണ്ട് അസകൃത് എല്ലായ്പ്പോഴും ഭജതെ സേവിക്കുന്നു. അതായത് ലക്ഷ്മി ദേവി ഒരു ദിക്കിലും ഉറച്ചിരിക്കുകയില്ല. കാരണം എന്താണ്? ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാനോടൊപ്പമേ ഇരിക്കുകയുള്ളൂ. ആ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ലക്ഷ്മി സ്ഥാപക രാമണീയക ഹൃദയവേയം പരേഷ്വസ്ഥിരേ അസ്മിന്നന്യ വിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീ പദേ ഏതോധ്യാന ഗുണാനുകീർത്തനരസ സക്താഹി ഭക്താജനാ തേഷേഷാവസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാ. അപ്പോ ഭഗവതി അന്വേഷിച്ചു പോകുമ്പോൾ ഭഗവതി അവിടെ കാണൂല. ഭഗവതി എവിടെ ഇരിക്കും? ഭഗവാന്റെ അടുത്തേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ നമ്മൾ പ്രാപിച്ചാൽ മതി. ഭഗവാന്റെ ആ മാറിടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ മഹാലക്ഷ്മി ബ്രഹ്മാദി ദേവകളെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ സേവിക്കുന്നു. അന്യന്മാരെ ഉപേക്ഷിച്ച് ലക്ഷ്മി ദേവി
ആത്മദോഷാപവർഗേണ സ്വദോഷങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരുവനെ പാദസ്പർശയാശയ പാദശുശ്രൂഷ ആശിച്ചുകൊണ്ട് അസകൃത് എല്ലായ്പ്പോഴും ഭജിക്കുന്നു, സേവിക്കുന്നു. തത് യാജ അവന്റെ യാചന ജനമോഹിനി ലോകത്തെ മോഹിപ്പിക്കുന്നതാകുന്നു. അപ്പോൾ ആ ഭഗവാന്റെ വ്യാപാരം നമ്മളെയും മോഹിപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യത്തെ നമ്മൾ അറിഞ്ഞില്ല. ഹിത്വാന്യാൻ ഭജതേയം ശ്രീ പാദസ്പർശാശയാസകൃത് ആത്മദോഷാപവർഗേണ തദ്യാഞ്ചാം ജനമോഹിനി. ശ്ലോകം 47. ദേശകാല പൃഥഗ്ദ്രവ്യം മന്ത്രതന്ത്ര യുദ്ധിജോഗ്നയ ദേവതാ യജമാനശ്ച കൃതുർത്തശ്ച യന്മയഃ. ഇത് നേരത്തെ വന്നതാണ്. ദേശം, കാലം, പൃഥക് ദ്രവ്യം, ദ്രവ്യങ്ങളെല്ലാം, മന്ത്രം, തന്ത്രം, ഋത്വിജ, ഋത്വിക്കുകൾ, അഗ്നയ, അഗ്നികൾ, ദേവത, ദേവത, യജമാനൻ, ക്രതു, യാഗം, ധർമ്മം മുതലായവയെല്ലാം യന്മയക ഈ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ദേശകാല പൃഥക് ദ്രവ്യം മന്ത്രതന്ത്ര ഋത്വിജോഗ്നയ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയഃ. ശ്ലോകം 48. സ ഏഷ ഭഗവാൻ സാക്ഷാത് വിഷ്ണുർയോഗേശ്വരേശ്വരഃ ജാതോ യദുഷു ഇത്യശൃണ്മ ഹ്യഭിമൂഢാന വിദ്മഹേ. സഹ ഏഷ ഭഗവാൻ സാക്ഷാത് വിഷ്ണു യോഗേശ്വരേശ്വരഃ. യോഗേശ്വരേശ്വരഃ യോഗനാഥന്മാരായ ബ്രഹ്മാദികൾക്കും ഈശ്വരനായ സഹയേഷ ഭഗവാൻ വിഷ്ണു. ആ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ജാതഃ യദുഷു ഇതി അശുണ്മ. ജാതഃ യദുഷു യദുക്കളിൽ ജാതഃ അവതരിച്ചിരിക്കുന്നു ഇത് എന്ന് അശുണ്മ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നിശ്ചയം ഹി അഭി എങ്കിലും മൂഢ അറിവില്ലാത്തവരായ നമ്മൾ നവിദ്മഹെ അറിഞ്ഞില്ലല്ലോ ഭഗവാൻ യദുക്കളിൽ അവതരിച്ചിരിക്കുന്ന എന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. സയേഷ ഭഗവാൻ സാക്ഷാത് വിഷ്ണുർയോഗേശ്വരേശ്വരഃ ജാതോ യദുഷിത് അശുണ്മ ഹ്യവിമൂഢാന വിദ്മഹേ. ശ്ലോകം 49. അഹോ വയം ധന്യതമാ യേഷാം നാസ്താദൃശീ സ്ത്രിയഃ ഭക്ത്യായാസാം മദർജ്ഞാത അസ്മാകം നിശ്ചലാഹരോ. വയം നമ്മൾ ധന്യതമ ഏറ്റവും ധന്യന്മാർ തന്നെയാണ്. അഹോ ആശ്ചര്യം. യേഷാം നഹ ഏതൊരു നമ്മൾക്ക് താദൃശീ സ്ത്രീയ അപ്രകാരമുള്ള സ്ത്രീകളെ സിദ്ധിച്ചിരിക്കുന്നു. അപ്പോ ഭഗവാനിൽ ഭക്തിയുള്ളവരായ ഭാര്യമാരെ നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭാഗ്യന്മാര് തന്നെയാണ്. യാസാം യാതൊരു സ്ത്രീകളുടെ ഭക്തിയാൽ അസ്മാകം നമ്മൾക്കും ഹരോ ഹരിയിൽ നിശ്ചല ഇളക്കമില്ലാത്ത മതിഹി ബുദ്ധി ജാത ഉണ്ടായി. അപ്പോ ആ സ്ത്രീകൾക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടായപ്പോൾ നമുക്കും അതുണ്ടായി. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. അഹോ വയം ധന്യതമാ യേഷാം നസ്താദൃശീ സ്ത്രീയ ഭക്തിയായ സമ്മതിർജാത അസ്മാകം നിശ്ചലാഹരോ. ശ്ലോകം 50. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ഗുണ്ടമേധസേ യന്മായാ മോഹിതസ്ത്രിയോ പ്രമാമ കർമ്മവർമ്മസുഹോ. നമസ്തുഭ്യം ഭഗവതേ ഭഗവതേ ഭഗവാനായും അഗുണ്ട കൃഷ്ണായ അഗുണ്ടമേധസേ അഗുണ്ടമേധസേ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവനും കൃഷ്ണായ കൃഷ്ണനുമായിരിക്കുന്ന തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് നമഃ നമസ്കാരം. എൻ മായാ മോഹിതധിയ ഏതൊരുവന്റെ മായയാൽ മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഞങ്ങൾ കർമ്മവർമ്മസു കർമ്മമാർഗങ്ങളിൽ പ്രമാമ ഭ്രമിക്കുന്നു. അപ്പൊ ഭഗവാന്റെ മായയിൽ മോഹിക്കപ്പെട്ട് ഞങ്ങൾ ഇതാ ഇവിടെ സംസാരത്തിൽ കിടന്ന് ഭ്രമിക്കുന്നു. അങ്ങനെയുള്ള ആ കൃഷ്ണന്, സർവവ്യാപിയായ കൃഷ്ണന് നമസ്കാരം. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ഗുണ്ടമേധസേ യന്മായാ മോഹിതധിയോ പ്രമാമ കർമ്മവർമ്മസു. ശ്ലോകം 51. സവൈനാദ്യ പുരുഷ സ്വമായാ മോഹിതാത്മനാം അവിജ്ഞാതാനുഭാവാനാം ക്ഷന്തുമർഹത്യതിക്രമം. സവൈ ന ആദ്യ പുരുഷ ആദ്യ പുരുഷ എല്ലാറ്റിനും ആദ്യമായ പുരുഷൻ. പുരുഷൻ എന്ന് വെച്ചാൽ പുരിയിൽ വസിക്കാൻ എങ്ങും ഇരിക്കുന്ന സർവ അന്തര്യാമിയായ ആ ഭഗവാൻ സഹവൈ അവൻ തന്നെ അവിജ്ഞാതാനുഭാവാന അനുഭാവത്തെ അറിയാത്തവരും
സ്വമായാമോഹിതാത്മന, തന്റെ മായയാൽ മോഹിക്കപ്പെട്ട അന്ധകരണത്തോടു കൂടിയവരുമായ നഹ, ഞങ്ങളുടെ അതിക്രമത്തെ ക്ഷമിക്കാനായിക്കൊണ്ട് അർഹിക്കുന്നു. അപ്പൊ ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയി, ഭഗവാനോട് തെറ്റ് ചെയ്തു പോയി. അപ്പൊ സർവ അന്തര്യാമി ആയിരിക്കുന്ന പരമാത്മാവായ പരംപുരുഷൻ അവിടത്തെ മഹിമ അറിയാതെ ഞങ്ങൾ ചെയ്ത ഈ അതിക്രമം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മായയാൽ മോഹിക്കപ്പെട്ടവരായി പോയി, അതുകൊണ്ട് ഞങ്ങളോടിത് ക്ഷമിക്കുക. സവൈനാദ്യ പുരുഷ സ്വമായാമോഹിതാത്മനാം അവിജ്ഞാതാനുഭാവാനാം ക്ഷന്തമർഹത്യതിക്രമം. ശ്ലോകം 52. ഇതി സ്വാഹം അനുസ്മൃത്യ കൃഷ്ണേതാഹൃതകേളന ദിദൃക്ഷവോ അപ്യച്യുതയോ കംസാദ്ഭീതാന ചാചലൻ. ഇതി സ്വാഖം അനുസ്മൃത്യ കൃഷ്ണേ തേ ഹൃതകേളനാഹ ദിദൃക്ഷവഃ അപി അച്യുതയോഃ കംസാദ്ഭീത ന ചാചലൻ അചലൻ. കൃഷ്ണനിൽ ഹൃദഹേളന ചെയ്യപ്പെട്ട അവജ്ഞയോടുകൂടിയ അവർ ഇത് ഇപ്രകാരം സ്വാഹം തങ്ങളുടെ അപരാധത്തെ അനുസ്മൃത്യ ആലോചിച്ചിട്ട് അച്യുതയോഹോ രാമകൃഷ്ണന്മാരെ ദിദൃക്ഷവ അഭി കാണാനുള്ള ആശ ഉള്ളവരായിരുന്നുവെങ്കിലും കംസനിൽ ഭീത ഭയപ്പെട്ടവരായിട്ട് അചലൻ അവർ ചലിച്ചില്ല. അപ്പൊ അവർക്ക് കൃഷ്ണനോട് ചെയ്ത അപരാധത്തെക്കുറിച്ച് ശരിക്കും ബോധ്യമുണ്ടായി. അവർ പശ്ചാത്തപിച്ചു. അപ്പൊ കൃഷ്ണനെയും ബലരാമനെയും ഉടനെ ചെന്ന് കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ അവർ ചെന്ന് കണ്ടാൽ കംസൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ച് അവർ പോയില്ല. ഗൃഹത്തിൽ തന്നെ ഇരുന്ന് കൃഷ്ണനെ ഭജിച്ചു. അപ്പൊ അങ്ങനെ ഈ അധ്യായത്തിൽ ഭഗവാൻ വിപ്ര പത്നിമാരെ അനുഗ്രഹിക്കുന്നു. അതുവഴി അപരാധം ചെയ്ത ബ്രാഹ്മണർക്കും ആ കൃഷ്ണനിൽ ഭക്തി ഉളവാവുകയും ചെയ്യുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ യജ്ഞപത്നി ഉദ്ധരണം നാമ ത്രയോവിംശോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.